അപ്പോൾ ഞാനിന്ന് പറയാൻ പോണ കാര്യം, ഞാൻ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. നമ്മളെല്ലാവരും എന്നും കാണുന്ന ഒരു സംഭവമാണ് ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നും കാണും. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോട്ടോ കണ്ടിന്, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാവട്ടെ വാട്സാപ്പിലാവട്ടെ എല്ലാവരും സ്റ്റോറി ഇട്ടി. ഇതെന്താ സംഭവം എന്ന് പറയാം, ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു പിതാവാണ്. അയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടെ 2 മക്കളാണ്, പിഞ്ചു മക്കൾ. അതും പ്രസവിച്ച് 4ാം ദിവസമാണ് ഇവരുടെ മക്കൾ മരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവരുടെ ഭാര്യ ജമീല ഒരു സ്കിൻ ഡോക്ടറാണ്. ആള് ഈ ഗസയിലുള്ള ഒരുപാട് പേരെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല മുൻപന്തിയിൽ തന്നെ നിന്ന ഒരാളായിരുന്നു. അതിനിടയിലാണ് ആൾ പ്രഗ്നൻ്റ് ആയതും. അങ്ങനെ ആൾ ആഗസ്റ്റ് 10-നാണ് പ്രസവിച്ചത്. ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കാണ് ജന്മം കൊടുത്തത്. അതിൽ അവർ ഭയങ്കര സന്തോഷവതിയാണ്. എല്ലാവരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും എല്ലാവരും അതിന് മറുപടി പറയുമ്പോൾ തിരിച്ച് നല്ല സന്തോഷവതിയായി മറുപടി കൊടുത്തതുമാണ്. ഇവരുടെ ഉപ്പ, അതായത് നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട ആള് കുട്ടികൾക്ക് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാണ്. അതും ജനിച്ച് 4ാം ദിവസം ആൾ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും കാണുന്നത് എന്താ പറയുക, തുണ്ടും കഷ്ണങ്ങളായി കിടക്കുന്ന ഭാര്യയും 2 പിഞ്ചു മക്കളെയും. ആ അവസ്ഥ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അതല്ലെങ്കിൽ നമ്മളൊന്ന് നേരിൽ കണ്ടു നോക്കണം. നമ്മൾക്കാണ് അത് പറ്റുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ആ ഫോട്ടോ കൂടി തന്നെ മനസ്സിലാക്കാം. എത്രത്തോളം അയാളെ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക. ഭൂമിയിലേക്ക് വന്നിട്ട് 4 ദിവസം ആവണുള്ളൂ, അപ്പോൾ അത് മരിച്ചെന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ എന്തൊരു ക്രൂരമാണല്ലേ ഇസ്രായേലിയർ അവരോട് ചെയ്യുന്നത്. എന്താ ചെയ്യുക, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട്, അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കുറേ ആൾക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അസർ ഐസൽ എന്നാണ് കേട്ടോ ഈ 2 മക്കൾക്ക് അവർ പേരിട്ടുള്ളത്. എത്രത്തോളം സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലേ അവർ. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇസ്രായേലിയർ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് അവിടുത്തെ വുമൺസിനെയും അതേപോലെ തന്നെ അവിടെയുള്ള കുട്ടികളെയാണ്. ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ നായനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നു. അതൊക്കെ എത്രത്തോളം ക്രൂരമാണ്. പണ്ട് ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി. ഇങ്ങനത്തെ അല്ല, പക്ഷെ ഇതിൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ അന്നല്ലേ നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തും നമ്മളിവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, പുറത്ത് പോകുന്നു വരും. പക്ഷെ നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും ഒരു നേരം കുളിക്കാൻ പോലും പറ്റാതെ, അതേപോലെ സ്വന്തം മക്കൾ മുന്നിൽ മരിച്ചെടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഒന്ന് ആലോചിച്ചേക്കാണ്. എത്രത്തോളം എന്താ പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാവും. ഇതൊക്കെ എന്നാണ് അവസാനിക്കുക പഠിച്ചവനറിയാം. എന്തായാലും പഠിച്ചവൻ അല്ലെങ്കിൽ ദൈവം അവർക്ക് എന്തായാലും നല്ലൊരു ശിക്ഷനെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉപ്പാക്ക് ക്ഷമ നൽകണേ പഠിച്ചോനെ. അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.